ഹായ് മക്കൾസ്, ഇറ്റ്സ് മീ ആഷിഖ്. വെൽക്കം ടു ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത് റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുണ്ട്. അത്തരം ചില ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങുകയാണ്. സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുകയാണ്. നോക്കാം നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. പഠിച്ചിട്ടുണ്ടാകും. ഈ ബ്രെയിനും ബ്രെയിനിൻ്റെ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോക്കുക, ഇത് ക്വസ്റ്റ്യൻ വരാറുള്ളത് ഇങ്ങനെയാണ്, റീഡ്രോ എന്ന് പറഞ്ഞ് കാണും. സോ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ, ആൻഡ് ലാബിലും ചെയ്യേണ്ടി വരും. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രമിക്കുക. ലാബിൽ ചെയ്തിട്ട് പാർട്സ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് പറഞ്ഞതാണ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി, മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ബോഡി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ബോഡി ബാലൻസ് ചെയ്യുന്ന ആൾ ആരാണെന്നുള്ളത് നമുക്കറിയാം. ആരാണ്? ഇതാ ഈ ഒരു ആളെയാണ്. ഇയാൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ സെറിബെല്ലം എന്ന് വിളിക്കും. ഈ ഒരു പാർട്ടാണ് എന്ത് ചെയ്യുന്നത്? ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്ന ആളാരാണെന്നാണ് ചോദ്യം. ഓക്കെ, ആരാ വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്? ദ ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. ആരാണ്? നമ്മളുടെ സെറിബ്രം എന്ന് വിളിക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. നോക്കുക, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആക്ടേഴ്സ് റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്ന ആൾ അതാരാ? എവിടെ നിന്ന് നമ്മൾ ലാബിൽ ചെയ്യുക? ഈ ഒരാൾ. ഇതാണ് നമ്മളെ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ഇയാൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? തലാമസ് എന്ന് വിളിക്കും. ഓക്കെ, സോ തലാമസ് ആണ് എന്ത് ചെയ്യുന്നത്? റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഒരു ബി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. ഈ എക്സ് എന്ന് എഴുതിയ ഈ എക്സ് എന്ന് ലാബിൽ ചെയ്ത ഭാഗം. ഓക്കെ, എന്താ ഈ എക്സ് എന്ന് ലാബിൽ ചെയ്ത ഭാഗത്തിൻ്റെ പേര്? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് വിളിക്കുന്ന ഒരു ഭാഗമാണ് ഏത്? ഈ എക്സ്. ഇതിൻ്റെ ഫങ്ഷൻ എന്താ? എനിക്ക് അറിയുന്നതാണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് എന്ത് ചെയ്യുന്നത് എന്നറിയാം മക്കളെ? ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. സോ ഇതാണ് ഏത് ഈ ഭാഗത്തിനെ കുറിച്ച് അറിയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അറിയാനുള്ളത്. ബ്രെയിൻ്റെ ടോപ്പിക്കിൽ ബ്രെയിനും ബ്രെയിൻ്റെ ഫങ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ആരാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ന്യൂറോണിൽ എന്താണ്? ഫിലമെൻറ്റ്. ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആരാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ പറഞ്ഞ സംഭവം ശ്രദ്ധിക്കണം. റീഡ്രോ ചെയ്യാനോ ലാബിൽ ചെയ്യാനാണ് പറഞ്ഞത്. സോ ഇതും വരയ്ക്കാൻ പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് എ ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ഏതാണ്? ഇതാണ് നമ്മളുടെ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് എന്നറിയപ്പെടുന്ന ആൾ. എ ക്വസ്റ്റ്യൻ, അതായത് അതിൻ്റെ പേരെന്താ? ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോൺ. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്ന ആളാരാ? നമുക്കറിയുന്നതാണ്. ഈ ഒരു ഭാഗം. ഇത് നമ്മൾ എന്താ വിളിക്കുക? ഇയാൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. ഇതാണ് സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻ ന്യൂറോണിൽ നിന്ന് ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ആൾ അതാരാ? ഇതാണ് അത്. നമ്മളെന്താ വിളിക്കുക? നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്ന ഭാഗമാണ്. ആൻഡ് നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരീസ് ഇമ്പൾസസ് ടു സെൽ ബോഡിയിലേക്ക് ഇമ്പൾസ് എത്തിക്കുന്ന ആൾ. ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇതാണ് ഡീൻ്റെ ആൻസർ. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. ഓക്കെ, സോ ന്യൂറോണിൻ്റെ ഫങ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചേക്കുക. ലാബിൽ ചെയ്യാനും ഡ്രോ ചെയ്യാനും എന്തെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനലൈസ് ദി ഇലിസ്ട്രേഷൻ ആൻസർ ദി ഫോളോയിങ് എന്നാണ് പറയുന്നത്. ആദ്യം ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് എന്തിനുള്ളതാണ്. ഇത് നമ്മളെ റിഫ്ലെക്സ് ആക്ഷൻ്റെ പിക്ചറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. റൈറ്റ് ദി നെയിംസ് ഓഫ് 1 and 2. 1ൻ്റെയും 2ൻ്റെയും നെയിം എഴുതാനാണ് പറഞ്ഞത്. 1 എവിടെ നമുക്ക് നോക്കാം. ഇതാണ് 1 ആൻഡ് ഇതാണ് 2. 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു നെർവാണ്. ഏതാ? ആ നെർവിനെ വിളിക്കുന്ന പേരെന്താ?
ആ നെർവിനെയാണ് നമ്മൾ വിളിക്കുക എന്ത്, സെൻസറി നെർവ് അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ എന്ന് വിളിക്കും നമ്മൾ. ഓക്കെ, ഇനി 2 എന്താണെന്നുള്ളതാണ്. അതും ഒരു ന്യൂറോണാണ്, നിങ്ങൾക്കറിയാം ഇവിടെ കാണുന്ന ഒരു ന്യൂറോണാണ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർ ന്യൂറോൺ എന്ന് വിളിക്കും. സോ രണ്ടും ന്യൂറോൺസ് ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ആക്സിഡൻ്റൽ റെസ്പോൺസ് എല്ലാതും കൺട്രോൾ ചെയ്യുന്നത് ഒരാൾ തന്നെയാണോ എന്നുള്ളതാണ് ചോദ്യം. ഏത്, ഈ പറയുന്ന ആൾ. ഈ 3 എന്ന് പറയുന്ന ആരാ, ഇത് നമ്മളെ സ്പൈനൽ കോഡാണ്. സോ സ്പൈനൽ കോഡ് തന്നെയാണോ എന്ത് ചെയ്യുന്നത്, എല്ലാ റിഫ്ലക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്കറിയാം എന്താ, അല്ല. അതല്ലാത്ത ഒരാളും കൂടി ഉണ്ട്. ആര്, നമ്മളുടെ സെറിബ്രവും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ സെറിബ്രം കൺട്രോൾ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലക്സ്. ഇനി അവിടെ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നാണ് പറഞ്ഞത്. എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിൻ്റെ എക്സാമ്പിൾ എന്താ, ഉണ്ടോ, ഉണ്ട്. നമുക്കറിയാം എന്ത്, ബ്ലിങ്കിങ് ഓഫ് ഐ, നിങ്ങൾ കണ്ണ് ചിമ്മുകയാണെന്നുണ്ടെങ്കിൽ അത് സെറിബ്രൽ റിഫ്ലക്സിൽ പെടുന്നതാണ്. സോ അതിൻ്റെ ആൻസറായി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കറിയുന്ന സംഭവമാണ്. ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് ആ ചാപ്റ്ററിൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൻ്റെ സിംറ്റംസ് അറിയണം, കോസ് അറിയണം, ഡിസീസിൻ്റെ നെയിം എന്താണെന്നുള്ളത് അറിയണം. ഓക്കെ, ഇനി ആദ്യത്തെ സംഭവം നമുക്ക് ഇവിടെ കോസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമിൻ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഡോപ്പമിൻ റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസീസിൻ്റെ നെയിം നമുക്ക് ആദ്യം പറയാം. ആ ഡിസീസിൻ്റെ നെയിം എന്താണ്, പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഡിസീസാണ്. പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഡിസീസാണ്. എന്തൊക്കെയാണ് ഈ ഒരു ഡിസീസിൻ്റെ സിംറ്റംസ് നമുക്കറിയുന്നതാണ്. ഒന്ന്, ലോസ് ഓഫ് ബോഡി ബാലൻസ്. ബോഡി ബാലൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് മറ്റൊരു സിംറ്റം കൂടി പറയുകയാണെങ്കിൽ ഷിവറിങ് ഉണ്ടാവും, ബോഡിക്ക് വിറയലുണ്ടാവും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ രണ്ടാമത് ഒരാളും കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് സിംറ്റം കൊടുത്തിട്ടുണ്ട്, കോസും ഡിസീസിൻ്റെ നെയിമും എന്താണെന്ന ചോദ്യം. നോക്കാം ഇവിടെ ഇത് എന്താ പറഞ്ഞത്, സിംറ്റം നോക്കുക, ലോസ് ഓഫ് മെമ്മറി, ഓർമ്മ നഷ്ടപ്പെടുക, മെമ്മറി നഷ്ടപ്പെടുക ഒരാൾക്ക്. അതുപോലെ തന്നെ എന്താണ്, റൂട്ടീൻ വർക്ക്സ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക. ഇതിൻ്റെ ഈ ഡിസീസിനെ വിളിക്കുന്ന നെയിം എന്താ മക്കളെ, അത് നമുക്ക് ആദ്യം ഇവിടെ നെയിം ചെയ്താൽ അൽസൈമേഴ്സ് എന്ന് വിളിക്കുന്ന ഡിസീസാണ്. ഓക്കെ, ഇനി ഈ ഒരു ഡിസീസിൻ്റെ കോസ് എന്താ, ഇതിൻ്റെ കോസ് എന്താ, നമ്മളെ ന്യൂറോൺസ് എന്ത് ചെയ്യും, ഡീജനറേഷൻ ഓഫ് ന്യൂറോൺ. എങ്ങനെ, വെറുതെ അങ്ങോട്ട് ഡീജനറേറ്റ് ചെയ്യുമോ? ഇല്ല. എങ്ങനെ, ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് ഇൻസോലുബിൾ പ്രോട്ടീൻ. ഒരു ഇൻസോലുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സോലുബിൾ അല്ലാത്തൊരു പ്രോട്ടീൻ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മളെ ന്യൂറോൺസ് എന്ത് ചെയ്യുക, ഡീജനറേറ്റ് ചെയ്യുക, ഇല്ലാതായി പോവുക, നശിച്ചു പോവുക. ഇങ്ങനെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് അൽസൈമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ അറിയേണ്ട സംഭവം. ഇനി ഇവിടെ ഒരു ഡിസീസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, എപ്പിലെപ്സി. അതും കൂടി എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കുക എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എനിക്ക് അറിയുന്നൊരു ടോപ്പിക്കാണ്. സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. ഓക്കെ, സിമ്പതറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അപ്പോൾ ഓർമ്മ വരണം. എന്താണ് സിമ്പതറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ പേടിക്കുകയാണെങ്കിൽ, ഒരാൾ ഫ്രൈറ്റൻ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ സിമ്പതറ്റിക് എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സാധനത്തിന് നമ്മൾ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. അറേഞ്ച് ചെയ്യാം. എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ നോക്കാം. നമുക്ക് ഒന്ന്, ഹാർട്ട് ബീറ്റ് ഇൻക്രീസിങ് നടക്കുക. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് എപ്പോഴാണ്, സിമ്പതറ്റിക്കിൻ്റെ സമയത്താണ് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി നോക്കുക, ട്രെക്കിയ കൺട്രാക്ട് ചെയ്യാം. ട്രെക്കിയ കൺട്രാക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്, നമ്മളെ പാരാസിമ്പതറ്റിക്കിൻ്റെ സമയത്താണ്. ഓക്കെ, നെക്സ്റ്റ് സലേവ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാം. സലേവിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്, അതും പാരാസിമ്പതറ്റിക്കിൻ്റെ സമയത്താണ്. ഓക്കെ, ഇനി പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ചെയ്യുന്നത് അതെപ്പോഴാണ്, നമ്മൾ സിമ്പതറ്റിക് ആകുന്ന സമയത്താണ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ട് ചെയ്യുന്ന സമയത്താണ് പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ചെയ്യുന്നത്. സോ ഇതിൽ ഇനിയും കുറേ ആൾക്കാരുണ്ട്, അതെന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി ഇത്രയുമാണ് ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ നെയിമാണ് വിൻഡോസ് ഓഫ് നോളേജ് എന്ന് പറയുന്ന പാഠമാണ്.
ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത്, നമ്മളെ ഐ എന്ന് പറയുന്ന ടോപ്പിക്ക്. പേജ് നമ്പർ 22 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് ടെക്സ്റ്റ് ബുക്കിൽ. സോ ആ ഒരു ടോപ്പിക്ക് ഇവിടെയും എന്താ പറഞ്ഞത്, ഒന്ന് റീഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലാബിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് വരയ്ക്കാൻ പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ഈ കൊടുത്ത ഇത് നമ്മൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ദ പാർട്ട്, ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ദ പാർട്ട് റിഫ്രാക്ട് ലൈറ്റ് റേസ് ഇൻ ടു ദ ഐ. ഏത് ഐയിലേക്ക് ലൈറ്റ് റേസ് കൊണ്ടുവരുന്ന ആൾ അല്ലെങ്കിൽ റിഫ്രാക്ട് ചെയ്യുന്ന ആൾ ആരാണെന്നാണ് ചോദിച്ചത്. ആ ഭാഗത്തിൻ്റെ ലാബിൽ ചെയ്യാനാണ് പറഞ്ഞത്, ഇൻക്ലൂഡിങ് നെയിം വെച്ചിട്ട്. ഇതാണ് ആള്. ഈ ആൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോർണിയ എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ദ പാർട്ട് ദാറ്റ് അഡ്ജസ്റ്റ് ഇറ്റ് സൈസ് ആസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വാരീസ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വാരി ചെയ്യുമ്പോൾ ഒരാളുടെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ആ ആൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആ ആൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഒരാളുണ്ടാവുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ചിത്രം ഉണ്ടാകും ടെക്സ്റ്റ് ബുക്കിൽ. ആ ആൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യൂപ്പിൾ. ഓക്കെ, സോ ബി ക്വസ്റ്റ്യൻ്റെ ആൻസറുമായി പ്യൂപ്പിളാണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. പ്ലൻറ്റി ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഭാഗം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാകും. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക എന്ന് പറയാം മക്കളെ, ഇവിടെയാണ് പ്ലൻറ്റി ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുക. ഈ ഭാഗത്തിനെ, ഈ റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് യെല്ലോ സ്പോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത്രയും സാധനം എന്ത് ചെയ്യാണ്, ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് റീഡ്രോ ചെയ്യാനും ലാബിൽ ചെയ്യാനും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ, ഇത് അറേഞ്ച് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് സ്റ്റെപ്പുകൾ കറക്റ്റാക്കി അറേഞ്ച് ചെയ്യാൻ എന്തിൻ്റെ സ്റ്റെപ്പാണെന്ന് അറിയാം മക്കളെ, ടേസ്റ്റിൻ്റെതാണ്. ടേസ്റ്റ് അറിയുന്നതിൻ്റെ സ്റ്റെപ്പാണ് എന്ത് ചെയ്യാനുള്ളത്, അറേഞ്ച് ചെയ്യാനുള്ളത്. ഇത് റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുണ്ട്. ഇത് എന്താണ്, ഫ്ലോ ചാർട്ടും കൂടിയാണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ള ഫ്ലോ ചാർട്ടാണ്. ഈ ചാപ്റ്ററിൽ എല്ലാ ഫ്ലോ ചാർട്ടുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മൊത്തത്തിലൊരു 5 ഫ്ലോ ചാർട്ടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലതും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് എന്ത് സംഭവിക്കുക, ഒരു ടേസ്റ്റ് അറിയുന്നതിൽ ഏറ്റവും ആദ്യമായിട്ട് സംഭവിക്കുന്ന സംഭവം ഇതാണ്, ടേസ്റ്റ് ഡിസോൾവ്സ് ഇൻ സലൈവ. ഇതാണ് അപ്പോൾ ആദ്യമായിട്ട് നടക്കുന്ന സംഭവം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടേസ്റ്റ് ബഡ്സ് എന്ത് ചെയ്യും, സലൈവയിലുള്ള ടേസ്റ്റ് നമ്മളെ സബ്സ്റ്റൻസ് നേരെ ടേസ്റ്റ് ബഡ്സിലെത്തും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ടേസ്റ്റ് ബഡ്സിലാണ് നമ്മളുടെ ആരുണ്ടാവുക, കീമോ റിസപ്റ്റേഴ്സ് ഉണ്ടാവുക. അവർ സ്റ്റിമുലേറ്റഡ് ആകും, മീൻസ് അവർ ആക്ടിവേറ്റഡ് ആകും. സോ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. ഇവർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇമ്പൾസ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഈ ഇമ്പൾസ് ഫോം ചെയ്യുന്നതാണ് നാലാമതായിട്ടുള്ള സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമ്പൾസ് എന്ത് ചെയ്യണം, നമ്മളെ നെർവ് വഴി എവിടെ എത്തണം, ബ്രെയിനിലെത്തണം. ഇതാണ് 5ാമതായിട്ട് നടക്കുന്ന സ്റ്റെപ്പ്. ആൻഡ് ഇതെല്ലാം കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തറിയും, നമ്മൾ ടേസ്റ്റ് അറിയും. ഇതാണ് 6th സ്റ്റെപ്പ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചാർട്ട് അറേഞ്ച് ചെയ്യേണ്ട ഒരു രീതി ഇതാണ്, അതിൻ്റെ ഒരു ഓർഡർ ഇതാണ്. ഓക്കെ, സോ ഫ്ലോ ചാർട്ടുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് നോക്കുക. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ മതി ഇതെന്താണ് സാധനം എന്നുള്ളത്. ഒരു പേജ് നമ്പർ 26 തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഈ പിക്ചറിൽ ഒരാളെ കാണാൻ പറ്റും ടെക്സ്റ്റ് ബുക്കിൽ. നോക്കാം നമുക്ക്. ഏത് ഫോട്ടോ റിസപ്റ്റർ ആണ് എന്നാണ് ചോദ്യം. ഇതൊരു ഫോട്ടോ റിസപ്റ്റർ ആണെന്ന് അറിയാം. ഇത് ഏത് ഫോട്ടോ റിസപ്റ്റർ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതാണ് ഏത്, റോഡ് സെൽ. ഓക്കെ, നെയിം ദി പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദിസ് റിസപ്റ്റർ. ഈ റിസപ്റ്ററിൽ പ്രസൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റിൻ്റെ പേരെന്ത് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് റോഡോപ്സിൻ. ഓക്കെ, തേർഡ് ആണ് റൈറ്റ് ദി ഫങ്ഷൻ ഓഫ് ദിസ് പിഗ്മെൻറ്റ്. ഇത് എപ്പോഴാണ് ഫങ്ഷൻ ചെയ്യുക, ഡ്യൂറിങ് ഡിം ലൈറ്റ് അല്ലേ, ഡിം ലൈറ്റിൻ്റെ പ്രസൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇനി നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഇത് കാരണമുണ്ടാകുന്ന ഒരു ഡിഫക്റ്റ്,
റോഡ് സെല്ല് കാരണം അല്ലെങ്കിൽ റൊഡോപ്സിൻ കാരണം ഉണ്ടാകുന്ന അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റിൻ്റെ പേരെന്തെന്നാണ് ചോദ്യം. ഓക്കെ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, രാത്രിയായാൽ കണ്ണ് കാണാത്ത പ്രശ്നം. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ. നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, ഇതെന്താ, നമ്മളുടെ ഇയർ ആണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, റൈറ്റ് ദി ഫങ്ഷൻ ആൻഡ് ഫങ്ഷൻ ഓഫ് ദി പാർട്ട് ലാബിൾഡ് എ. ഇയാളുടെ ഫങ്ഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഇയാൾ ആളാരാ? ഇതാണ് നമ്മളുടെ സെമി സർക്കുലാർ കനാൽ അല്ലേ. എന്താ ആളുടെ ഫങ്ഷൻ? എന്താ? ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ഫങ്ഷൻ? ബോഡി ബാലൻസ് ആണ് ഫങ്ഷൻ. ഓക്കെ, സോ ഇതാണ് ഇതിൽ അറിയാനുള്ളൊരു കാര്യങ്ങളെ. സോ നോക്കി വെച്ചേക്കുക. ചോദിക്കാറുണ്ട് ഇയറിൻ്റെ പാർട്സ് എന്നിട്ട് ലാബിൽ ചെയ്യാനൊക്കെ എന്നെ ചോദിക്കാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. ഇനി ലാസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ, അതൊരു 1 മാർക്കിലൊക്കെ കയറി വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ട് എഴുതാനുള്ള സംഭവമാണ്. സോ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താ? ഹൗസ് ഫ്ലൈ, ഒമാറ്റിഡിയ. ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത് ജീവിയാണ്, ഒരു ഓർഗാനിസമാണ്, അയാളുടെ സെൻസ് ഓർഗനാണ്. ഇത് ഒമാറ്റിഡിയ. അപ്പോൾ പനേറിയ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, അയാളുടെ സെൻസ് ഓർഗനാണ് ഏത്? ഐസ്പോട്ട്. ഓക്കെ, 1 മാർക്കിന് ഇങ്ങനെ കയറി വരാറുള്ള ഒരു സാധനമാണ് ഇത്, റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനിയും സോ അതാണ്, അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് അറിയാനുള്ളത്. ഇനി നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് 3ാമത്തെ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ആൻഡ് 3ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാ? 3ാമത്തെ ചാപ്റ്റർ എന്ന് അറിയണം. ഏതിനെ കുറിച്ചാണ്? കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അഥവാ നമ്മൾ ഹോർമോൺസിനെ കുറിച്ച് പഠിച്ച ചാപ്റ്റേഴ്സാണ്. ആ ഒരു ചാപ്റ്ററാണ് ഇത്, 3rd ചാപ്റ്റർ. നോക്കാം ഇതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്നുള്ളത്. ക്വസ്റ്റ്യൻ നോക്കുക. അനലൈസ് ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ശ്രദ്ധിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ നോർമൽ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്? ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാൻഡ് എക്സ് കൊടുത്തിട്ടുണ്ട്, ഹോർമോൺ എ എന്ന് കൊടുത്തിട്ടുണ്ട്, ഗ്ലാൻഡ് വൈ കൊടുത്തിട്ടുണ്ട്, ഹോർമോൺ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ. ഇവിടെ ഒരു റെഡ്യൂസ് മതി, ഇതെന്തായിരിക്കും? ഇൻക്രീസ് ആണ്. ഓക്കെ, അപ്പോഴത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആവുള്ളൂ. ക്വസ്റ്റ്യനുള്ള മിസ്റ്റേക്കാണ്. സോ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരാൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കാൽഷ്യത്തിൻ്റെ ലെവല്, ഒരാൾ കാൽഷ്യത്തിൻ്റെ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 2 സംഭവം പഠിക്കാനുണ്ട്. കാൽഷ്യത്തിൻ്റെ റെഗുലേഷനും പഠിക്കാനുണ്ട്, ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷനും പഠിക്കാനുണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന്. വാട്ട് ഇസ് ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്? കാൽഷ്യത്തിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾക്ക് അറിയുന്നതാണ്, 9 to 11 mg/100 ml. ഇതാണ് നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ആർ ദി ഹോർമോൺ ഇൻഡിക്കേറ്റഡ് ആസ് എ ആൻഡ് ബി? എയും ബിയും ഹോർമോണിൻ്റെ പേരെന്താണെന്നുള്ളത് നോക്കുക. ഏത്? റെഡ്യൂസ് ചെയ്യുന്ന ആൾ. റെഡ്യൂസ് ചെയ്യുന്ന ആൾ, ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് ഏതാണ്? കാൽസിറ്റോണിൻ ആണ്. ഓക്കെ, ബി എന്ന് പറയുന്ന ആളപ്പോൾ ഏതായിരിക്കും? പാരാതോർമോൺ ആണ്. ഇവർ 2 പേരുമാണ് പാർട്ട്നേഴ്സ്. ഇവർ 2 പേരുമാണ് ആ പരിപാടി ചെയ്യുന്നത്, ഏത്? കാൽഷ്യം റെഗുലേഷൻ നടത്തുന്നത്. സോ എ കാൽസിറ്റോണിനാണ്, കുറയ്ക്കുന്ന ആൾ കാൽസിറ്റോണിനാണ്, കൂട്ടുന്ന ആൾ പാരാതോർമോണാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ പാൻ ഹോർമോൺസിനെ കുറിച്ചിട്ടാണ്. ഇതൊരു 1 മാർക്കിന് കയറി വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ കറക്റ്റ് പെയർ ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. സോ നോക്കുക, ഡോർമൻസി ഓഫ് എംബ്രിയോ. എംബ്രിയോയുടെ ഡോർമൻസി ഉണ്ടാക്കുന്ന ആളാരാ? സൈറ്റോകിനാണോ? അല്ല, ഈ ഒരു പെയർ തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്, സ്പ്രൗട്ടിങ് ഓഫ് ലീവ്സ്. ലീവ്സും ഏത്? വിരിയ. ഇല വിരിയ എന്ന് പറഞ്ഞ പരിപാടി ആംസിഗാസിനാണോ ചെയ്യുന്നത്? അല്ല, ആ പെയറും തെറ്റാണ്. ഓക്കെ, ഫുഡ് ഫോർമേഷൻ, അതിൽ ജിബ്രലിനാണോ? അല്ല, ജിബ്രലിന് പങ്കൊന്നുമില്ല. ഓക്കെ, സോ അതും എന്താണ്? തെറ്റാണ്. ആ പെയറും എന്താണ്? റോങ് ആണ്. ഇനി റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട് ആണോ? അത് എത്തിലിനാണോ ചെയ്യുന്നത്? ഇനിയിപ്പോൾ അതല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഷുവർ ആണല്ലോ നിങ്ങൾക്ക് അല്ലേ? സോ ഇതാണ് ഏത് കറക്റ്റ് പെയർ എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഫ്രൂട്ടും ലീഫൊക്കെ റൈപ്പൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ആളാണ്, ഹോർമോണാണ് ഏത്? എത്തിലിൻ. ഓക്കെ, ഒരു മാങ്ങ പഴുക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? എത്തിലിൻ വേണം. സോ റൈപ്പനിങ്ങിൻ്റെ ജോലി എത്തിലിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത്? ഗ്ലൂക്കോസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്ക് ഏകദേശം കത്തുന്നുണ്ടാകും കാണുമ്പോൾ തന്നെ. നോക്കുക, ഇവിടെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഞാൻ കാണുന്നുണ്ട് എന്താണ് ഇവിടെ ഗ്ലൂക്കഗോണാണ്, ഇവിടെ ബീറ്റാ സെല്ലാണ്. രണ്ടുപേരും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഇല്ല, ഇവിടെ ബീറ്റാ സെല്ലല്ല. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്കാണ്. ആൽഫാ സെല്ലാണ് ആരുണ്ടാക്കുന്ന മക്കളെ ഗ്ലൂക്കഗോൺ ഉണ്ടാക്കുക. സോ അപ്പോൾ ഏകദേശം ഇവിടെ തന്നെ ആളെ കിട്ടി അല്ലേ, ഫുള്ളായി. നോക്കാം നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ 1 and 2. 1 and 2 ഐഡൻറ്റിഫൈ ചെയ്യാനകത്ത് ക്വസ്റ്റ്യൻ സിമ്പിളാണ്. സോ ഇവിടെ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതായിരിക്കും ബീറ്റാ സെല്ല് വരും. ബീറ്റാ സെല്ല് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഏത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണ്. ഓക്കെ, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ബീറ്റാ സെല്ലാണ് ഉണ്ടാക്കുക. അപ്പോൾ 1ഉം 2ഉം കിട്ടി. ഇനി റൈറ്റ് 2 ഫങ്ഷൻസ് ഓഫ് 2 എന്ന് പറയുന്ന ആളാരാ? ഇൻസുലിൻ. ഇൻസുലിൻ്റെ 2 ഫങ്ഷൻ ഏതാണ് പറഞ്ഞത്? എനിക്കറിയുന്നതാണ്. ഒന്ന്, ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് സെല്ലുലാർ അപ്ടേക്ക് അല്ലേ, ഒരു ബോക്സ് ആക്കിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണ്. സെല്ലുലാർ അപ്ടേക്ക് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ സംഭവം എന്താ? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് സ്റ്റോർ ചെയ്യും. എവിടെയൊക്കെ? ലിവർ ആൻഡ് മസിൽ. ഇങ്ങനെ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം, ഏത്? 2ൻ്റെ ഡെഫിഷ്യൻസി. 2 എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു അസുഖമുണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഏതാ? നമുക്കറിയുന്നതാണ്. ആ ഒരു കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയബറ്റിക്. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യന്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് മൂവിങ് ഇൻ എ ലൈൻ അലോങ് എ പെർട്ടിക്കുലർ ട്രയൽ ബൈ പ്രൊഡക്ഷൻ ഓഫ് സർട്ടൈൻ കെമിക്കൽ സബ്സ്റ്റൻസ്. ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് ആൻസ് എന്ത് ചെയ്യാണ്? വരിവരിയായിട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ചോദ്യം, ഈ ഒരു കെമിക്കൽസിൻ്റെ എന്താണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ കെമിക്കൽസിൻ്റെ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയുന്നതാണ് ഫെറമോൺസ് എന്ന് വിളിക്കും നമ്മൾ അല്ലേ. ആ ഒരു കെമിക്കൽ നമ്മൾ വിളിക്കുന്നതാണ് ഫെറമോൺസ്. ഇനി റൈറ്റ് ടു എക്സാമ്പിൾ ഓഫ് ദീസ് കെമിക്കൽ സബ്സ്റ്റൻസ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഏതാണ് ചോദിക്കുന്നത്? ഫെറമോൺസിൻ്റെ എക്സാമ്പിൾ. അതും നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ മസ്കോൺ എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഏതുണ്ട്? ബോംബിക്കോൾ ഉണ്ട്, അല്ലെങ്കിൽ ബോംബിക്കോൾ ഉണ്ട്. അതുമല്ലെങ്കിൽ നമുക്ക് ഏതുണ്ട്? സിവറ്റോൺ ഉണ്ട്. നമുക്കിവിടെ 2 ചോദിച്ചിട്ടുള്ളൂ, സോ 2 മതി. ഓക്കെ, ഈ റൈറ്റ് അതർ യൂസസ് ഓഫ് ദീസ് കെമിക്കൽ സബ്സ്റ്റൻസ്. ഇതിൻ്റെ ബാക്കിയുള്ള യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് എപ്പോഴും അറിയുന്നൊരു സാധനം എഴുതി വെക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യൂസ് ഉണ്ടല്ലോ. ഏത്? ഫോർ അട്രാക്റ്റിംഗ് മെയ്ഡ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂസ്. രണ്ടാമത്തത് അവൈലബിലിറ്റി ഓഫ് ഫുഡ് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടു ലീവ് ആസ് എ കോളനി, ഒരു കോളനി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെ എന്തിൻ്റെ യൂസസ് ആണ്? ഫെറമോൺസിൻ്റെ യൂസസ് ആണ്. ഇനിയും കുറേ ഉണ്ട് കേട്ടോ യൂസസ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അറിയാനുള്ളത്. ഓക്കെ, സോ എന്ത് ചെയ്താൽ ഒരു 2-3 യൂസെങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത്? ആ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസോർഡർ എന്ന് ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു സംഭവമാണ് ഏത്? ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അക്രോമെഗാലി, ജൈഗാൻറ്റിസം പോലുള്ള ടോപ്പിക്ക്. നോക്കാം നമുക്ക്. ഇത് നമുക്ക് മാച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കൊടുത്ത സാധനമാണ്. ഈ 2 ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരേപോലെ ആക്കണം. ഇത് അതിൻ്റെ കോസാണ്, ഇത് അതിൻ്റെ സിംറ്റം ആണ്. നോക്കാം നമുക്ക്. അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് എന്താണ്? സൊമാറ്റോട്രോപ്പിൻ. എപ്പോൾ? ആഫ്റ്റർ ഗ്രോത്ത് ഫേസിന് ശേഷമുള്ള എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ കാരണം ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് അക്രോമെഗാലി. സോ ഇതാണ് ഇങ്ങോട്ടെത്തുക. അക്രോമെഗാലിൻ്റെ കറക്റ്റ് പേര് ഇതാണ്. ഓക്കെ, ഇനി അതുണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? നമുക്ക് ബോൺസിൻ്റെയൊക്കെ ഓവർ ഗ്രോത്ത് ഉണ്ടാകും. സോ അതെവിടെ വരുന്നത്? ഓവർ ഗ്രോത്ത് ഓഫ് ബോൺസ് ഓൺ ഫേസ്, ജോസ് ആൻഡ് ഫിംഗേഴ്സ്. ഫേസിലും ജോസിലും ഫിംഗേഴ്സിലും ഒക്കെ ഉള്ള എന്ത്? ബോൺസിൻ്റെ ഗ്രോത്ത് സംഭവിക്കുക, എക്സസീവ് ഗ്രോത്ത് സംഭവിക്കുക. അതാണ് അക്രോമെഗാലിയുടെ സിംറ്റം എന്ന് പറയുന്നത്. ഇത് നോക്കുക. രണ്ടാമത്തെ ക്രെറ്റിനിസം. ഇയാളും സൊമാറ്റോട്രോപ്പിൻ തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ ഇയാൾ ക്രെറ്റിനിസം ആരുമായിട്ടാണ് ബന്ധം? തൈറോക്സിനുമായി ബന്ധപ്പെട്ടുള്ള ഡിസോർഡറാണ്. സോ അത് വരുന്നത് നോക്കാം. ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. എവിടെ? ഡ്യൂറിങ് ഇൻഫൻസിയിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത് ക്രെറ്റിനിസം. സോ ഇതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ലക്ഷണം എന്താ ഉണ്ടാവുക? ഇങ്ങനെ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഗ്രോത്ത് സംഭവിക്കില്ല. അപ്പോൾ ഇതാണ് ഇവിടേക്ക് വരിക. ഓക്കെ, ഇനി ജൈഗാൻറ്റിസം ഉണ്ട്. ജൈഗാൻറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ?
പ്രൊഡക്ഷനോ ഇത് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷനോ സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എപ്പോൾ? ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്, വളർച്ച സംഭവിക്കുന്ന സമയത്ത് ഗ്രോത്ത് ഫേസിൻ്റെ കാലഘട്ടത്തിൽ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ്. ഈ ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജൈഗാൻറ്റിസം എന്ന് വിളിക്കുക. സോ ഇതാണ് ഇതിനോട് യോജിക്കുന്ന സംഭവം. ഇനി അതിന് സിംറ്റം എന്താണ്ടാവും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സസീവായിട്ടുള്ള ബോഡി ഗ്രോത്ത് സംഭവിക്കും, ആൾ വല്ലാതെ അങ്ങോട്ട് വളർന്നു പോകും. ഇതാണ് ഇതിനോട് പെയറാകുന്ന ജൈഗാൻറ്റിസവുമായിട്ട് പെയറാകുന്ന സിംറ്റം അതാണ്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. അക്രോമെഗാലി, ജൈഗാൻറ്റിസം, ഇതിലേക്ക് ഒരാളും കൂടി ഉണ്ട് ഇത് ഡ്വാർഫിസം. സോ നോക്കി വെച്ചേക്കുക അത്. നെക്സ്റ്റ്, ഇതോട് കൂടിയിട്ട് നമ്മൾ 3rd ചാപ്റ്റർ തീർന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 4th ചാപ്റ്റർ. കീപ്പിംഗ് ഡിസീസസ് അവേ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലേ? നമ്മൾ ഡിസീസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: BCG is the vaccine used against this disease. എന്താ പറയുന്നത്? ഒരു ഡിസീസിനെതിരെ യൂസ് ചെയ്യുന്ന വാക്സിനാണ് BCG. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത്. വിച്ച് ഡിസീസ് ഈസ് മെൻഷൻഡ് ഹിയർ? ഇവിടെ മെൻഷൻ ചെയ്ത ഡിസീസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാ? നമുക്കറിയുന്നതാണ് അതിൻ്റെ ആൻസർ. ഏതാ? ട്യൂബർ ക്ലോസിസ് എന്ന് പറയുന്ന ഡിസീസാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ദിസ് ഡിസീസ് ട്രാൻസ്മിറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ? ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് എങ്ങനെയാണ് ഇത് എത്തുക? എങ്ങനെ എത്തുക? ത്രൂ എയർ. നമുക്കറിയുന്നതാണ്, എയർ വഴി എത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നെയിം ദി ബാക്ടീരിയ കോസിങ് ദിസ് ഡിസീസ്. ഈ ഡിസീസിൻ്റെ പാത്തോജൻ്റെ നെയിമാണ് ചോദിക്കുന്നത്. കുറച്ച് വായിക്കൊള്ളാത്ത പേരാണ്, എങ്കിലും അത് പഠിച്ചു വെച്ചേക്കുക. എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് വിളിക്കും. ഒരു ബാക്ടീരിയയുടെ നെയിമാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഇയാളാണ് ട്യൂബർക്ലോസിസ് എന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. എന്താണ്? റൈറ്റ് എനി 2 ഓർഗാൻ എഫക്റ്റഡ് ബൈ ദിസ് ഡിസീസ്. ഈ ഡിസീസ് കാരണം എഫക്റ്റഡ് ആകുന്ന 2 ഓർഗാൻസ് ഏതൊക്കെയാണ്? ഏതാ? ഇത് പ്രൈമറിലി എഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? നമ്മളെ സ്പോഞ്ച് പോലെയുള്ള ആളുണ്ടല്ലോ, അതാരാ? നമ്മുടെ ലങ്സിന്. പിന്നെ ആരെ എഫക്റ്റ് ചെയ്യാം? നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യാം, നിങ്ങളെ ബോൺസിനെ എഫക്റ്റ് ചെയ്യാം, നിങ്ങളെ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യാം, ഇങ്ങനെ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് പേർക്ക് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ നമ്മൾ 2 പേരാണ് ചോദിച്ചത്. ഓക്കെ, ഒന്ന് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കുക. എയ്ഡ്സ് ഈസ് എ ഡ്രെഡ്ഫുൾ ഡിസീസ് കോസ്ഡ് ബൈ HIV. എയ്ഡ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് സെൽ ഇൻ ഹ്യൂമൻ ബോഡി ആർ എഫക്റ്റഡ് ബൈ HIV? HIV ബാധിക്കുന്ന സെല്ലിൻ്റെ നെയിം എന്താണെന്നാണ് ചോദിച്ചത്. സിമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പേരെന്താ? ലിംഫോസൈറ്റിനെയാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ, ലിംഫോസൈറ്റ് സെല്ലുകളെയാണ് ബാധിക്കുക. റൈറ്റ് എനി 2 ways ബൈ വിച്ച് HIV ട്രാൻസ്മിറ്റഡ്. HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേയ്സ്. ഇത് റിപ്പീറ്റഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നോക്കി വെക്കുക. നമുക്കറിയുന്ന കുറേ വേയ്സ് ഉണ്ട്. ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അറിയുന്ന, ഈസി ആയിട്ട് അറിയുന്ന ഒരു സംഭവമാണ് ബൈ സെക്ഷൽ കോണ്ടാക്ട്. ഓക്കെ, അല്ലെങ്കിൽ ത്രൂ സെക്സ് വഴി എന്ത് ചെയ്യും? എയ്ഡ്സ് പകരാറുണ്ട്. പിന്നെ നമുക്കറിയുന്നൊരു സംഭവമാണ് ബൈ ഷെയറിങ് നീഡിൽ ഓർ സിറിഞ്ചോ നീഡിലൊക്കെ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കറിയാം ഏത് മദർ ടു ഫീറ്റസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ഓർഗാൻസ് ഡൊണേറ്റ് ചെയ്യുന്ന വഴിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ HIV സ്പ്രെഡ് ചെയ്യാൻ നടക്കാറുണ്ട്, ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. സോ നോക്കി വെച്ചേക്കുക അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നോക്കാം. എയും ബിയും തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നൊരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന് പറയുന്നുണ്ട്. ലോസ് ഓഫ് ബോഡി വെയിറ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫാറ്റീഗ് ആയിരിക്കും. ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണം ഉണ്ടാകും, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കഫ് ഉണ്ടാവും. പിന്നെ ബി എന്ന് പറയുന്നത് ജെനറ്റിക് ഡിസീസാണ്. എക്സസീവ് ബ്ലഡ് ലോസ് ഉണ്ടാവുക. എവിടുന്ന്? മൈനർ വൂണ്ടെന്ന്, ചെറിയ വൂണ്ടെന്ന് ബ്ലഡ് ലോസ് ഉണ്ടാവുക. ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഐഡൻറ്റിഫൈ ഡിസീസ് എ ആൻഡ് ബി. എയും ബിയുമായിട്ടുള്ള ഡിസീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസീസാണ്. ഏത്? ട്യൂബർക്ലോസിസ് തന്നെ. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന ഡിസീസോ ഏതാ? ബി എന്ന് പറയുന്ന ഡിസീസ് ഹീമോഫീലിയയാണ്. ഓക്കെ, ഹീമോഫീലിയ എന്ന് പറയുന്ന ഡിസീസാണ്. ഇൻ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദി കേസ് ഓഫ് ഡിസീസ് ബിൻ്റെ കേസിൽ
ടെമ്പററി റിലീഫ് എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്താ താൽക്കാലികമായിട്ടുള്ള പരിഹാരം? എന്താ താൽക്കാലിക പരിഹാരം എന്ന് പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാം, ഡിഫക്റ്റഡ് പ്രോട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുക. ഐഡൻറ്റിഫൈ ആൻഡ് ഇഞ്ചെക്ട്. ഓക്കെ, ഐഡൻറ്റിഫൈ ആൻഡ് ഇഞ്ചെക്ട് ഇറ്റ്. ഓക്കെ, എന്നാണ് അതിനുള്ളൊരു റിലീഫ് എന്ന് പറയുന്ന സംഭവം. ടെമ്പററി റിലീഫ് എന്ന് പറയുന്നത് അതാണ്. ഇനി ഡിസീസിന് കാരണക്കാരനായിട്ടുള്ള ബാക്ടീരിയയുടെ പേരെന്തെന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഓക്കെ, സോ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി ഡിസീസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം എ പേഴ്സൺ ടു പേഴ്സൺ? ഒരു പേഴ്സൺ അടുത്ത പേഴ്സൺക്ക് എങ്ങനെയാണ് ഈ ഡിസീസ് കിട്ടുക? അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ത്രൂ എയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത് നമ്മളോട്. ഇത് റിപ്പീറ്റഡ് ചോദിക്കാറുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ഫിഗറും ക്വസ്റ്റ്യനും കൂടിയാണ്. സോ ശ്രദ്ധിച്ചോളാം. ഇനി ഐഡൻറ്റിഫൈ ദ ഡിസീസ്. ഈ ചിത്രം കണ്ടിട്ട് ഡിസീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഇത് ഏതാ ഡിസീസ്? ഇതാണ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഡിസീസാണ്. ഇനി വാട്ട് ഈസ് ദ കോസ് ഓഫ് ദിസ് ഡിസീസ്? ഈ ഡിസീസിൻ്റെ ഒരു കോസ് എന്താണെന്നുള്ള ചോദ്യമുണ്ട്. എന്താ ഇതിൻ്റെ കോസ്? എന്താ? ജീൻ ഡിഫക്റ്റ് ആണ്. ജീനുകൾക്ക് വരുന്ന തകരാറാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡസ് ദി ഡിഫോമിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽ എഫക്ട് ദി പേഷ്യൻ്റ് ബോഡി? ഈ ഒരു ഡിസീസ് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിന് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാക്കുക? ഇത് ഒന്നെങ്കിൽ ബ്ലോക്കേജ് ഇൻ ബ്ലഡ് വെസൽ ഉണ്ടാക്കാം. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഇത് സിമ്പിളായിട്ട് കടന്നു പോകില്ല, ബ്ലോക്കേജ് ഉണ്ടാക്കും. രണ്ടാമത് നമുക്ക് ഫാറ്റീഗ് ഉണ്ടാക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അനീമിയ ഉണ്ടാക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മളോട് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ ചെയ്തെടുത്താണ് പറയുന്നത്. നോക്കുക, മലേറിയയുടെ വെക്ടർ ആരാ മക്കളെ? നമുക്കറിയാം മോസ്കിറ്റോസ് ആണ് മലേറിയയുടെ വെക്ടർ. അതേതാ? അനോഫിലസ് മോസ്കിറ്റോസ് ആണ്. ഓക്കെ, ഇനി മലേറിയയുടെ പാത്തോജൻ എന്ന് പറയുന്നത് ആരാണ്? പ്ലാസ്മോഡിയമാണ് മലേറിയയുടെ പാത്തോജൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അറിയാനുള്ളത് ഫൈലേറിയാസ് ആണ്. ഫൈലേറിയാസ് എന്ന് പറയുന്ന ഡിസീസിൻ്റെ വെക്ടർ എന്ന് പറയുന്നത് ആരാണ്? ക്യൂനക്സ് മോസ്കിറ്റോസ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ പാത്തോജനോ ഇവിടെ ഉണ്ട്, ഫൈലേറിയൽ വേംസ്. ഓക്കെ, സോ ഇതാണ് ഇതിൽ അറിഞ്ഞേക്കാളുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ മലേറിയയും ഫൈലേറിയാസും. ഓക്കെ, സോ ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? പ്രധാന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രധാന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കവർ ചെയ്തു. ഈ 4 ചാപ്റ്റേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഈ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റും ആണ്. സോ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിർബന്ധമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. സോ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഓഫ്. താങ്ക് യു.